Welcome to XY's Malayali's channel. Don't forget to subscribe. സ്റ്റാമ്പ് പേപ്പർ നയത്തിൽ സർക്കാർ നടത്തിയ ഡിജിറ്റലൈസേഷനും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥിരം ആവശ്യമായി വരുന്ന ഒരു സർക്കാർ രേഖയാണ് സ്റ്റാമ്പ് പേപ്പർ. ന്യായപരമായ ഉടമ്പടികൾക്കും നിയമപരമായ രേഖകൾക്കും ഇതിന് നിർണായക സ്ഥാനമുണ്ട്. പഴയകാലത്ത് സ്റ്റാമ്പ് പേപ്പർ സുതാര്യമായ രീതിയിൽ സ്റ്റാമ്പ് വെണ്ടർമാരിൽ നിന്നും രജിസ്ട്രേഷൻ ഓഫീസുകളിൽ നിന്നും നമുക്ക് നേരിട്ട് വാങ്ങാൻ സാധിക്കുമായിരുന്നു. ഒരു ചെറു ശ്രമം കൊണ്ട് തന്നെ സാധ്യമായിരുന്ന ഈ സേവനം ഇന്ന് ഡിജിറ്റൽ ആയതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുള്ളതായി തീർന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ എവിടെ നോക്കിയാലും സ്റ്റാമ്പ് പേപ്പർ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നീണ്ട ക്യൂവും അസ്വസ്ഥമായ ജനങ്ങളെയും കാണാം. സർക്കാർ സ്റ്റാമ്പ് പേപ്പർ സംവിധാനം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറ്റിയത് സുതാര്യതയും തട്ടിപ്പുകൾ കുറയ്ക്കലും ലക്ഷ്യമാക്കിയായിരുന്നു. അക്കൗണ്ടുകൾ, ട്രാക്കിംഗ്, എളുപ്പത്തിൽ പരിശോധന എന്നിവ ഈ സംവിധാനത്തിലൂടെ സാധ്യമാകുമെന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഈ സംവിധാനത്തിൽ പൊതുജനങ്ങൾക്കുള്ള ആക്സസ് അത്ര സുഗമമല്ല. പുതിയ സംവിധാനത്തിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏവയൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി കാണുന്നത് ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ സാങ്കേതിക അറിവിന്റെ കുറവാണ്. വലിയൊരു വിഭാഗം സ്റ്റാമ്പ് വെണ്ടർമാർക്ക് കമ്പ്യൂട്ടർ, മൊബൈൽ ആപ്പുകൾ, പോർട്ടലുകൾ ഉപയോഗിക്കാനുള്ള പരിചയമില്ലായ്മ കാരണം ഈ സേവനം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. രണ്ടാമതായി ഇപ്പോൾ പ്രാബല്യത്തിലുള്ള പോർട്ടലിന്റെ സങ്കീർണതയാണ്. ഒറ്റ ക്ലിക്കിൽ ലഭിക്കേണ്ട സേവനം പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകേണ്ടി വരുന്നു. പലപ്പോഴും സർവറുകൾ, സൈറ്റിന്റെ ലോഡില്ലായ്മ തുടങ്ങിയ സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. സ്റ്റാമ്പ് പേപ്പർ ലഭിക്കുന്നതിനായി ഒരു ദിവസം മുഴുവൻ കാത്തിരിക്കേണ്ടി വരുന്നത് വളരെ കഷ്ടമാണ്. മൂന്നാമതായി അധികാരപ്രാപ്തിയില്ലായ്മ. പലതവണ അപേക്ഷിച്ചിട്ടും അപ്രൂവൽ വൈകുന്നു. പഴയ രീതിയിൽ നേരിട്ട് വാങ്ങിയിരുന്ന പോലെ അതിവേഗം ലഭ്യമാവുന്നില്ല. ഇതിനെല്ലാത്തിനുമുപരി അധിക ചാർജ് ഈടാക്കുന്ന സംഭവങ്ങളും കാണാം. ചിലയിടങ്ങളിൽ അധികമായ സേവന ചാർജുകൾ ഈടാക്കുന്നു. അതിൽ കൃത്യതയില്ലാത്തതും പരാതിപ്പെടുത്താനാകാത്തതുമാണ് പ്രധാന പ്രശ്നം. പുതിയ തലമുറയുടെ പ്രതീക്ഷകൾ. നവയുവത്വം ഒറ്റ ക്ലിക്കിൽ ഇടപാടുകൾ പൂർത്തിയാക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുകയാണ്. ടെക്നോളജി പരിജ്ഞാനമുള്ളവർക്ക് പോലും സേവനം എളുപ്പമാകാതെ പോകുമ്പോൾ ഡിജിറ്റലൈസേഷന്റെ ലക്ഷ്യം പ്രസക്തിയില്ലാതായി പോകുന്നു. ഓരോ സേവനവും ജനങ്ങൾക്ക് വേഗത്തിൽ, കൃത്യമായി, സുരക്ഷിതമായി ലഭിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ലക്ഷ്യം ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നതാണ്. എന്നാൽ അത് പ്രയാസമാകുമ്പോൾ അതിന്റെ ഉദ്ദേശം തന്നെ തകർക്കപ്പെടുന്നു. സർക്കാർ ഡിജിറ്റൽ സ്റ്റാമ്പ് പേപ്പർ സംവിധാനത്തെ കൂടുതൽ ഉപയോക്തൃ സൗഹൃദമാക്കി മാറ്റണം. നല്ലതായ പ്ലാറ്റ്ഫോം, ചെറുതായ പരിശീലനം, ജനസൗഹൃദ ഹെൽപ്പ് ഡെസ്ക് എന്നിവ വഴി ഈ സംവിധാനം ജനങ്ങൾക്കിടയിൽ ജനപ്രിയമാക്കാൻ കഴിയും. ലൈസൻസുള്ള വെണ്ടർമാർ കൂടാതെ എല്ലാവർക്കും ഓൺലൈനായി സ്വന്തമായി എടുക്കുവാനുള്ള സംവിധാനവും ഉണ്ടായിരിക്കണം. എളുപ്പവും വേഗവുമുള്ള ജനസേവനം ആധുനിക തലമുറയുടെ പ്രതീക്ഷയാണ്. അതിനനുസൃതമായ നവീകരണങ്ങൾ ആവശ്യമാണ്. Thank you for watching.